പ്രായോഗിക നിർദ്ദേശവും ഈ ബജറ്റിൽ ഇല്ല. കേരളത്തിൽ ടൂറിസം മേഖല പോലെ ഏറ്റവും അനന്തമായ സാധ്യതകളുള്ള മേഖലകളിൽ പോലും ഒരു പ്രതീക്ഷയും ഈ ബജറ്റ് നൽകുന്നില്ല. ഈ ബജറ്റ് സാധാരണക്കാരനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ നികുതി നിർദ്ദേശങ്ങൾ മാത്രമാണ്. ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ പലതും തമാശ ഉളവാക്കുന്നു. റബ്ബറിന് 180 രൂപയായിട്ട് താങ്ങുവില വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ റബ്ബറിന് 170 രൂപയുണ്ട്. റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതും റബ്ബർ ബോർഡ് നടപ്പാക്കിയിട്ടുള്ള മറ്റു പരിഷ്കാരങ്ങളും കാരണം റബ്ബറിന്റെ വില 170 രൂപയാണ്. യൂസ്ഡ് ടയറുകൾ, ചൈനയിൽ നിന്നുള്ള യൂസ്ഡ് ടയറുകൾ നിരോധിച്ചതുകൊണ്ട് റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതുകൊണ്ട് വരും ദിവസങ്ങളിൽ റബ്ബറിന് അല്പം വില കൂടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഒരു 180 രൂപയുടെ പ്രഖ്യാപനം ഇന്ന് നടത്തിയത് ഈ മേഖലയിൽ റബ്ബർ കർഷകരെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രം.